ചോദ്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും ഉന്നയിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ ഒരു കേസിൽ. ശരി വിനീഷ്, ഇപ്പോൾ നമ്മളോടൊപ്പം KP ശശികല ടീച്ചർ ചേരുന്നുണ്ട്. ടീച്ചർ, വെരി ഗുഡ് മോർണിംഗ്, നമസ്തേ. നമുക്കറിയാം, ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു നിർണായക നീക്കം നടന്നിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. മന്ത്രിസഭയിലെ ഒരു അംഗം, അതായത് ഈ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ഈ കടകംപള്ളി സുരേന്ദ്രൻ വഴിവിട്ട രീതിയിൽ ഈ സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുമ്പോഴൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയുമോ ടീച്ചർ? അങ്ങനെ വിഡ്ഢികളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. എന്തായാലും ഈ കൊള്ളയിൽ LDF-ലെ മറ്റുന്നതർക്കും ബന്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ വലുതല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാലോ, CPM ഒരു സംഘടനാ സംവിധാനം. അത് CPM അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അറിയാം. അവിടെ കേവലം വ്യക്തികൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാനോ ആ കാര്യങ്ങൾ നടപ്പിലാക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവിടെ ഇപ്പോ ആര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവണം, ആര് മെമ്പർ ആവണം, ഇത് പാർട്ടിയുടെ തീരുമാനമല്ലേ. ആ വ്യക്തികൾ യോഗ്യത തെളിയിച്ചോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടോ വന്നതല്ലല്ലോ. അപ്പൊ പാർട്ടി ഒരാളിൽ വിശ്വസിച്ച് അവരെ അധികാരം ഏൽപ്പിക്കുമ്പോൾ പാർട്ടിയെ മറികടന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും നടത്താൻ അവർക്ക് സാധിക്കും. അത് പാർട്ടി അറിയാതൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ LDF-ലെ ഉന്നതർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോ കടകംപള്ളി പോലെ, അതായത് ദേവസ്വം മിനിസ്റ്ററെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, അന്നത്തെ ദേവസ്വം മിനിസ്റ്ററെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭരണത്തിൽ തുടരാൻ ഇവർക്ക് അർഹതയില്ല. വളരെ ബുദ്ധിമുട്ടി SIT നമുക്കറിയാം, ഒരുപാട് കാലതാമസം എടുക്കുന്നു, തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയം നമുക്കുണ്ട്, കോടതിയിൽ ഇത് സാധിക്കുമോ എന്ന മറ്റൊരു ഭയമുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരുപക്ഷെ കോടതിയുടെ നിർദ്ദേശത്തെ ഭയന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ശാസനകളെയോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളെയോ ഭയന്നോ ഒക്കെ ആയിരിക്കാം വളരെ ബുദ്ധിമുട്ടി സമയമെടുത്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രശാന്തിനെയും കടകംപള്ളിയൊക്കെ ചോദ്യം ചെയ്തു വരുന്നത്. അപ്പൊ നമുക്കറിയാം, പ്രശാന്ത് എന്ന വ്യക്തിയൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളീയ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ആ ഉള്ളിൽ രാഷ്ട്രീയമായ ധാർഷ്ട്യം ഉണ്ട് എന്നുള്ളതും അഴിമതി ചെയ്യാനുള്ള മനസ്സ് എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ പ്രശാന്ത് മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് പറയുന്നത്. ഹലോ ടീച്ചർ, കേൾക്കാം, പറഞ്ഞോളൂ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോ ഒരു സർക്കാർ സംവിധാനം നിർത്തിയ മുഴുവൻ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് മെമ്പർമാര്, പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി അടക്കമാകുമ്പോൾ ഇത് പാർട്ടിയും സംവിധാനവും അറിഞ്ഞുകൊണ്ടുള്ള ഒരിതാണ്. തീർച്ചയായും ഇവർക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായി ഒരുപക്ഷെ 5 മാസം കൂടി നിലനിൽക്കാനുള്ള അവർക്ക് നിയമപരമായ അധികാരം ഉണ്ടെങ്കിലും ധാർമ്മികമായ ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ഇത് വാസ്തവമായി ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്നത്. കാരണം വാചക കസർത്ത് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ചില പുകമറകളൊക്കെ ഉണ്ടാക്കാമെന്നതിനപ്പുറത്ത് സാധാരണക്കാരന് സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെയാണോ തൊട്ടടുത്തുനിന്ന് എല്ലാം പണവുമായി പോകുക, അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് എന്തൊക്കെയാണോ ഒഴിച്ചെടുക്കാനുള്ളത് അത് മുഴുവൻ പൊളിച്ചെടുത്ത് വിൽക്കുന്ന ഒരു സംവിധാനം, അവരെ ഇത്തരത്തിൽ ഭരണത്തിൽ തുടരാൻ അർഹരല്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഏതായാലും കാലതാമസം എടുത്താണെങ്കിലും ഇവരുടെയൊക്കെ അടുത്തേക്ക് എത്തി എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അത് കോടതി വരെ എത്തിക്കാനും കോടതിയിൽ വിജയിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ആഗ്രഹിക്കാൻ സാധിക്കൂ. തീർച്ചയായും വളരെയധികം ശ്രീ KP ശശികല ടീച്ചർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികളായ വിനീഷും ചേരുന്നുണ്ട്, പ്രജിത്തും ചേരുന്നുണ്ട്. പ്രജിത്തിലേക്ക് പോകാം. നമുക്കറിയാം, ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് തങ്ങൾ ഒപ്പമുണ്ടെന്ന് പറയുന്ന LDF സർക്കാർ അതേ സന്നിധാനത്തെ സ്വർണം കൊള്ളയടിക്കാൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായ ഈ കടകംപള്ളി സുരേന്ദ്രനെ കൂട്ടുനിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മന്ത്രിക്ക് മറ്റ് മന്ത്രിസഭയിലെ ആരുടെയും സഹായമില്ലാതെ ഇത്തരമൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഈ അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് പറയുന്ന അതേ മുഖ്യമന്ത്രി ശനിയാഴ്ചയാണ് ഈ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തത്. ഈ നിമിഷം വരെ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറായിട്ടില്ല.